നമ്മള് ടോപ്പ് യൂണിവേഴ്സിറ്റികളുടെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ അതില് കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ കാനഡയിൽ ഏതൊക്കെയാണ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ എന്ന്. സോ നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. പക്ഷെ ഇപ്പം കാനഡയിൽ ലേബർ ഫോഴ്സിൽ എംപ്ലോയ്മെന്റിന്റെ ചാൻസ് കുറവാണ്. കാരണം ഓൾറെഡി അവിടെ ലേബർ ഫോഴ്സ് കൂടുതലാണ്. സോ അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണ് ഇപ്പോ. ലേബർ ഫോഴ്സിലേക്ക് കുറെ ആൾക്കാര് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആവട്ടെ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാവട്ടെ, അവരെല്ലാം ഈ ലേബർ ഫോഴ്സ് ക്യൂ നിൽക്കുകയാണ് ജോലിക്ക്. പക്ഷെ ജോലിയുടെ സാധ്യത വളരെ കുറവാണ്. സോ അങ്ങനെ ലേബർ ഫോഴ്സ് നോക്കുന്ന ആൾക്കാർ ഇപ്പം യൂണിവേഴ്സിറ്റി പോകുന്ന ആൾക്കാരാണെങ്കിലും പാർട്ട് ടൈം ആയിട്ട് കടകളിൽ നിൽക്കുകയും മറ്റ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ജോലികൾ നോക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ പക്ഷെ ഓൾറെഡി അവിടെ ലേബർ ഫോഴ്സ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാര് ഇപ്പം കാനഡ പ്രിഫർ ചെയ്യണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു 2-3 വർഷത്തിന് ശേഷം തീർച്ചയായിട്ടും ഇത് ഒന്ന് സെറ്റിൽ ആവാൻ അവര് അതിൻ്റെതായിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ റെന്റ് ഭയങ്കരമാണ്. ഇപ്പോ 1 ലക്ഷം രൂപയൊക്കെ റെന്റ്, ഒരു റൂമിനൊക്കെ 1 ലക്ഷം രൂപ റെന്റിന് വീടുകൾ ഇല്ലാത്ത ഒരു സാഹചര്യവുമുണ്ട്. ടെന്റിലാണ് ആൾക്കാരൊക്കെ, വെളിയിൽ ടെന്റ് കെട്ടി താമസിക്കുന്ന ഒരു സാഹചര്യവും കാനഡയിൽ ഇപ്പൊ ഉണ്ട്.